മെഡിറ്റേഷൻ എല്ലാ പിരമിഡ് മെഡിറ്റേഷൻ പ്രവർത്തകരും ഇന്ന് ഇക്കാര്യത്തെ പറ്റി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും സിസാരോ മാസ്റ്റർ പറയുന്നത് പോലെ ശാകാഹാരികളായ ധ്യാനികൾ എപ്പോഴും മൃഗസ്നേഹികളായിരിക്കണം, അവയെ ഹിംസിക്കരുത്. ലോകമെമ്പാടും ഈ സന്ദേശം പ്രചരിക്കുമ്പോൾ PMC മലയാളം അതിൻ്റെ സൂം പ്ലാറ്റ്ഫോമിൽ കൂടി 6 രാജ്യങ്ങളിലൂടെ 12 സ്ലോട്ടുകളിലായി രാവിലെ 7 മുതൽ രാത്രി 8 മണി വരെ ഈ സന്ദേശം നമ്മൾ ഇന്ന് പ്രചരിപ്പിക്കുന്നു. ഈ പരിപാടിയുടെ ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ പിരമിഡ് മാസ്റ്ററായ ശ്രീ മാലിനിജിയാണ്. താങ്ക് യു മാലിനിജി ഫോർ യുവർ ഗ്രേറ്റ് എഫേർട്സ് in organizing such a അഖണ്ഡ ധ്യാന ജഗത്. താങ്ക് യു. പ്രോഗ്രാം ഒരു ദിവസം മുഴുവനായി നടത്തുന്ന അഖണ്ഡ ധ്യാനം ആണ്. ഇപ്പൊ ആദ്യം നമുക്ക് പ്രേംനാഥ് ജി, കർണൂൽ സ്വദേശിയും പത്രജിയുടെ വളരെ ക്ലോസ് അസോസിയേറ്റുമായിരുന്നു. പ്രേംനാഥ് ജിയുടെ ക്ലാസ് ആയിരുന്നു രാവിലെ 7 മണി മുതൽ 8 മണി വരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ക്ലാസ്സും അദ്ദേഹത്തിന്റെ മെഡിറ്റേഷനും നമ്മൾ ഇവിടെ ആസ്വദിച്ചു. നമ്മുടെ ധ്യാനം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു 1-2 കാര്യങ്ങൾ ഞാൻ പറയാം എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പം ഈ ശാകാഹാരി സസ്യാഹാരത്തെ പറ്റിയാണല്ലോ പറയുന്നത്. സസ്യാഹാരത്തെ പറ്റി പറയുന്ന സമയത്ത് പലരും പറയും ജീവികളെ ഉപദ്രവിക്കരുതെന്ന് പറയും, എന്നാൽ സസ്യങ്ങൾക്കും ജീവനില്ലേ? അതുകൊണ്ടാണ് സസ്യങ്ങൾക്ക് ജീവനുള്ളതിനെ നമ്മൾ ഹിംസിക്കുകയല്ലേ എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന ചോദ്യം. പക്ഷെ യഥാർത്ഥത്തിൽ അതിനകത്തൊരു വ്യത്യാസമുണ്ട്. സസ്യങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ പോലും അതിൻ്റെ വേദനകളുടെയും അതുപോലുള്ള കാര്യങ്ങളുടെയൊക്കെ അതിൻ്റെ ലെവല് വളരെ താഴ്ന്നതാണ്. അതായത് മൃഗങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്രമായ ചലനശേഷിയുണ്ട്. അതിനെ ഒന്ന് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് ഓടുകയോ അല്ലെങ്കിൽ ചാടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ സസ്യങ്ങൾക്ക് അങ്ങനെയില്ല. അതുപോലെ തന്നെ സസ്യങ്ങളൊക്കെ ആണെങ്കിൽ സാധാരണപ്പെട്ട എല്ലാ സസ്യങ്ങളും നമ്മളൊന്ന് മുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും വളരും. പക്ഷേ മൃഗങ്ങളുടെ ആണെങ്കിൽ ശരീരഭാഗങ്ങൾ എന്തെങ്കിലും മുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വളരില്ല. ശരിക്കും ഒരു ആ ശരീരഭാഗം ഇല്ലാതെ തന്നെ അതിന് വളരേണ്ടി വരുന്നു. അപ്പൊ അതായത് വേദനയുടെ തലം ഏറ്റവും താഴ്ന്ന നിലയിലുള്ളതാണ് സസ്യങ്ങൾ. സ്വതന്ത്രമായ ഒരു ചലനശേഷി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അതിന് അങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ രീതി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ സസ്യാഹാരികളുടെ ശരീര രീതി അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലുകളായാലും നമുക്ക് കടിച്ചു തിന്നുന്ന രീതിയിലുള്ള ഉള്ളിപ്പല്ലുകളും അതുപോലെ നല്ലോണം ചവച്ചരച്ച് കഴിക്കുന്ന അണപ്പല്ലുകളാണ് നമുക്കുള്ളത്. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പശുവായാലും ആനയായാലും മനുഷ്യരായാലും എല്ലാം ഇതുപോലെ അണപ്പല്ലുകളും കാര്യങ്ങളൊക്കെ ഉള്ള. അതേസമയം മാംസാഹാരികളെ നോക്കൂ, പൂച്ചയായാലും പട്ടിയായാലും മറ്റു മൃഗങ്ങളൊക്കെ ആയാലും അതിന് കോമ്പല്ലുകളും ദംഷ്ട്രകളും മാത്രമാണ് ഉള്ളത്. അതുപോലെ അതിൻ്റെ നഖങ്ങളെല്ലാം നല്ല കൂർത്ത നഖങ്ങളായിരിക്കും. നമ്മുടെ ശരീരം നോക്കും, നമുക്ക് ഈ കൈകളിൽ തന്നേക്കുന്ന കൈകളിലൊന്നും വലിയ നഖങ്ങളും കാര്യങ്ങളൊന്നുമില്ല, സാധാരണ നഖങ്ങളാണ്. ശരിക്കും നമ്മളൊക്കെ മനുഷ്യരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങന്മാരിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു രീതിയാണെങ്കിൽ നമുക്ക് ഈ കയ്യിലെ വിരലുകളൊക്കെ തന്നേക്കുന്ന ശരിക്കും നമ്മൾ ഈ ഭക്ഷണങ്ങൾ പറിച്ചെടുത്ത് നമ്മൾ ഈവൻ ഫ്രൂട്ട്സ് പോലും നമ്മൾ പറിച്ചെടുത്ത് നമ്മൾ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഈവൻ പഴമാണെങ്കിൽ പോലും തൊലി ഉരിച്ച് കഴിക്കാൻ തക്ക രീതിയിലാണ് നമ്മുടെ വിരലുകളുടെ വരെ ഘടന. അപ്പോൾ ശരിക്കും നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ വെജിറ്റേറിയൻസിനേക്കാളുപരി നമ്മൾ ഫ്രൂട്ടേറിയൻസ് ആവണം എന്ന് പറയേണ്ടി വരും. ഫ്രൂട്ടേറിയൻസ് ആണ്. അത് നല്ല ഫ്രൂട്ട്സുകൾ നമ്മളെടുത്താണ് നമ്മൾ കഴിക്കേണ്ടത്. അതാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്നേഹമുള്ള നമ്മൾ സാധാരണ വീട്ടിൽ വളർത്തുന്നതാണ് പശു അതുപോലെ പട്ടി പൂച്ച ഇങ്ങനെയുള്ള സാധനങ്ങളിനെയൊക്കെ. അപ്പൊ അങ്ങനെയുള്ള സ്നേഹമുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. സ്നേഹമുള്ള ജീവികളാണ്. ആ സ്നേഹമുള്ള ജീവികളെ ശരിക്കും എന്നെ കൊന്നു ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്വന്തം സ്നേഹിതനെ അല്ലെങ്കിൽ സ്വന്തം ആത്മാർത്ഥതയുള്ള ഒരു സ്നേഹിതയെ കൊന്നു ഭക്ഷിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അങ്ങനെ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് എന്ന് പറയും. ലിവിങ് ബീയിങ്സിനെ തിന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അടുപ്പമുള്ള ഒരു വ്യക്തിയെ കൊന്നു തിന്നുക എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വധിക്കുന്ന സമയത്ത് ആ ജീവി എന്തുമാത്രമാത്രം ഭയചകിതനാവുന്നു എന്ന് ഓർക്കാറുണ്ടോ? വളരെ ഇതായിട്ടാണ് അതൊക്കെ. ആ ഒരു നമ്മൾ ചില വീഡിയോകളൊക്കെ ചിലപ്പോൾ യാദൃശ്യമായിട്ട് കണ്ടിട്ടുണ്ട്. ഈ പശുക്കളെയൊക്കെ കൊല്ലുന്നതൊക്കെ അതിൻ്റെയൊക്കെ കണ്ണുകളും ഒക്കെ ഭയങ്കരമായിട്ട് ഭയചകിതരാവുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. ഇപ്പൊ വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ സാധാരണ ദാഹം വരുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കാറുണ്ട്. സാധാരണ പച്ചവെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം ഒക്കെ നമ്മൾ കുടിക്കാറുണ്ട്. അത് അതിനൊന്നും നമുക്ക് കുഴപ്പമില്ല. അതേസമയം മദ്യം കുടിക്കുന്നതായാലോ, മദ്യം കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വലിയ കുഴപ്പമില്ല, പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് മദ്യത്തിന്റെ സ്വഭാവം നമുക്ക് കാണിച്ചു തുടങ്ങും. ആ മദ്യത്തിന്റെ സ്വഭാവം കൊണ്ട് നമ്മളും തലചുറ്റുന്ന രീതിയിലും ഒരു ലഹരിയുടെ രീതിയിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞതിൻ്റെ കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മൃഗങ്ങളെ നോൺ വെജിറ്റേറിയൻ കഴിക്കാന്ന് പറഞ്ഞു. ആ ഒരു മൃഗത്തിന്റെ മാംസം കഴിക്കുന്നതോടുകൂടി ആ മരിക്കുന്ന സമയത്ത് അനുഭവിച്ച ആ ഒരു ഭയാനകമായ അവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ശരിക്കും സംശയമില്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ സാത്വിക ഗുണം നശിക്കും, താമസ ഗുണത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് തന്നെ നമുക്ക് വയലൻസ് ആയിരിക്കും അതിന്റെ റിസൾട്ട്. നമുക്ക് ഒരു സമാധാനമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഒരു ജീവിതം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ അത്രയ്ക്ക് ഒരു വയലൻസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അസുഖങ്ങൾ വരുന്നത് നമുക്കറിയാം. നോൺ വെജിറ്റേറിയൻ പ്രാക്ടീസ് ചെയ്ത ധാരാളം ആൾക്കാർ വെജിറ്റേറിയൻസിലേക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ട്? പല പല അസുഖങ്ങളും മാറാരോഗങ്ങളും ഒക്കെ പിടിവിടുന്നുണ്ട് ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കഴിച്ചു വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള അസുഖങ്ങൾ മാറാൻ വേണ്ടി അവര് വെജിറ്റേറിയൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാത്വിക ഗുണത്തെ പറ്റി നേരത്തെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, സാത്വിക ഗുണം ഉദിച്ചുയരുമ്പോൾ നമ്മുടെ നോൺ വെജിറ്റേറിയൻ ഹാബിറ്റും മാറി മാറി വരുന്നു. നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മെഡിറ്റേഷനിൽ വരുന്ന ധാരാളം ആൾക്കാർ മുൻപിൽ നോൺ വെജിറ്റേറിയൻ ആയിരുന്നു. അവർ പലരും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവര് വെജിറ്റേറിയൻസിലേക്ക് തിരിച്ചു വന്നത്. ആ മെഡിറ്റേഷന്റെ ആ ഒരു സാത്വിക ഗുണം അവരിലെ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടപ്പോഴത്തേക്കും അവരുടെ ആ നെഗറ്റീവ് ഹാബിറ്റുകളെല്ലാം ഡൈഡ് ഔട്ടായി. അപ്പം നോൺ വെജിറ്റേറിയൻ ആ ഹാബിറ്റ് അവർക്കങ്ങ് ഇല്ലാതായി കഴിഞ്ഞു. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഭഗവത്ഗീതയ്ക്കകത്ത് 9-ാം അധ്യായത്തില് കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്, പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അസ്നാമി പ്രിയതാത്മനാം. ഇലയോ പുഷ്പമോ ഫലമോ ജലമോ ഭക്തിപൂർവ്വം ശുദ്ധ മനസ്സോടെ എന്നിൽ അർപ്പിക്കുന്നത് ഞാൻ സ്വീകരിക്കും. അദ്ദേഹവും നോൺ വെജിറ്റേറിയനെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല, വെജിറ്റേറിയനെ തന്നെയാണ് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ അറിയാം, നമ്മുടെ ഇപ്പം കർക്കിടക മാസമാണ്, നമ്മൾ മലയാളികളെല്ലാം രാമായണ മാസമായിട്ട് ആഘോഷിക്കുകയാണ്. ഈ രാമായണ മാസത്തിൽ പൊതുവെ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ശ്രീരാമനും സീതയൊക്കെ കാട്ടിൽ പോയിട്ട് കഴിച്ചുകൊണ്ടിരുന്നത് നോൺ വെജിറ്റേറിയൻ ആണ്. ഒരിക്കലും അല്ല, അവർ കാട്ടിൽ പോയി നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടേ ഇല്ല. എന്തുകൊണ്ടെന്നാൽ കാട്ടിലൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ നോൺ വെജിറ്റേറിയൻ അല്ല കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ ചെടികളും ഫലങ്ങളും പുഷ്പങ്ങളും ഇലകളും ഒക്കെ ഉള്ള ചെടികൾ ഏറ്റവും കൂടുതലുള്ള കാട്ടിലാണ്, നമ്മുടെ നാട്ടിലല്ല. നാട്ടിൽ നമ്മൾ പഴത്തിന് വേണ്ടി പല ചെടികളും നട്ടു വളർന്നുണ്ട്, വാഴ പോലുള്ള പല കാര്യങ്ങളും നട്ടു വളർന്നു. പക്ഷെ കാട്ടില് ഇതെല്ലാം യഥേഷ്ടം വളരുന്നു, യഥേഷ്ടമുണ്ട്. അപ്പൊ അത്രയ്ക്ക് അബണ്ടന്റ് ആയിട്ട് ഫലവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലത്ത് എന്തിനാണ് ഒരു നോൺ വെജിറ്റേറിയന് വേണ്ടി പോകുന്നത്? അതിന്റെ ആവശ്യമില്ല. ഒരു ശ്രീരാമൻ പുള്ളിമാന്റെ പുറകെ സീത പറഞ്ഞിട്ട് ആ പുള്ളിമാനെ വേണമെന്ന് പറഞ്ഞാൽ പുള്ളിമാന്റെ പുറകെ വേണം എന്ന് പറഞ്ഞാൽ സീതയ്ക്ക് സ്നേഹത്തോടെ അതിനെ വളർത്താൻ വേണ്ടിയായിരുന്നു, അല്ലാതെ അതിനെ തിന്നാൻ വേണ്ടിയല്ലായിരുന്നു. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ ആരണ്യകാണ്ഡത്തിന്റെ അവസാനം ശബരി ആശ്രമത്തിൽ പോകുന്നുണ്ട് ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടെ. അവിടെ ചെല്ലുമ്പോൾ ശബരി എന്ന് പറഞ്ഞ ആ തപസ്വിനിയുണ്ട്. ആ തപസ്വിനി എന്തുകൊടുത്താണ് രാമലക്ഷ്മണ സീതമാരെ പൂജിക്കുന്നത്? ഫലമൂലാദികളും മധുരവും സ്വാദുമുള്ള ഫലങ്ങളും നോക്കി സെലക്ട് ചെയ്തിട്ട് അതായിരുന്നു കൊടുത്തിരുന്നത്. അപ്പൊ അതൊക്കെയാണ് ഈ രാമായണ കാലത്തും നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ പ്രധാനമായിട്ട് കേരളത്തിലെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ ആണ്. നോൺ വെജിറ്റേറിയൻസിനും കുറച്ച് കൂടുതലുള്ള സ്ഥലമാണ് കേരളവും വെസ്റ്റ് ബംഗാളും. വെസ്റ്റ് ബംഗാളിലാണെങ്കിൽ പിന്നെ മത്സ്യങ്ങളെ പറ്റി പറയുന്ന അവര് പിന്നെ വെള്ളത്തിലെ പുഷ്പങ്ങളാണെന്ന് പറഞ്ഞാണ് അവര് വെസ്റ്റ് ബംഗാളിലെ ആൾക്കാർ കഴിക്കുന്നത്. പക്ഷെ അതും നിഷിദ്ധം തന്നെയാണ്. കേരളത്തിലും അത് തന്നെയാണ്. മത്സ്യമാംസാദികളില്ലാതെ ഭക്ഷണം കഴിക്കാൻ ആർക്കും താല്പര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞ കേരളത്തിൽ നമ്മുടെ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ കൂടുതൽ ആഴത്തിൽ വേര് ഒന്നാതിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെഡിറ്റേഷന് ഓരോ പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ എല്ലാവരും മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പ്രോഗ്രസ് ചെയ്യണം, ശരിക്കും നമ്മൾ വെജിറ്റേറിയനിസം പ്രാക്ടീസ് ചെയ്തേ മതിയാവും. അതുപോലെ തന്നെ ഹയർ ലെവൽ ഓഫ്
എൻലൈറ്റ്മെന്റിൽ പോകണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ വെജിറ്റേറിയനിസം പ്രാക്ടീസ് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളൊന്നും പേടിക്കണ്ട. നമ്മളൊക്കെ മെഡിറ്റേഷൻ ഫീൽഡിലേക്ക് വന്നുകൊണ്ട് നമ്മൾ ആരും തിരിച്ച് അങ്ങോട്ട് പോകുന്ന ഒരു കാര്യം ഉണ്ടാവുകയില്ല. പിന്നെ ഇപ്പം പൊതുവെ ഓൾ ഇന്ത്യ ലെവലിലല്ല, വേൾഡ് മൊത്തത്തിൽ ഈ പറയുന്ന സസ്യാഹാര പരിപാടികൾ നടക്കുന്നതാണ്. ഒരുപാട് സസ്യാഹാര റാലികൾ ആന്ധ്രാപ്രദേശിലും കർണാടകയിലൊക്കെ ശാകാഹാര റാലികൾ തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സസ്യാഹാരത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഏതായാലും നമുക്ക് സമയം കുറവായതിന് കൂടുതൽ പോകുന്നില്ല. സസ്യാഹാരത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു ധ്യാനം നമുക്ക് ഇന്നിവിടെ ചെയ്യാം. അതിനു മുമ്പായി ഒരു 1-2 കാര്യങ്ങളും കൂടെ, ധ്യാനത്തെ പറ്റി 1-2 കാര്യങ്ങളും കൂടെ പറയാം എന്ന് ഞാൻ കരുതുന്നു. പങ്കെടുക്കുന്ന എല്ലാവർക്കും കുറച്ചുകൂടി ഒരു ഇൻഫർമേറ്റീവാണ്. ധ്യാനത്തെ പറ്റി കുറച്ചുകൂടെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് നുറുങ്ങുകൾ പറയാം എന്ന് വിചാരിക്കുന്നു. ധ്യാനം ചെയ്യുമ്പോൾ സാധാരണയിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങൾ, അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വളരെ ചെറിയ ചില കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് ധ്യാനത്തിന്റെ പൊസിഷൻ എല്ലാവർക്കും അറിയാം. പിന്നെ കാല് വെക്കുമ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ കസേരയിൽ നിന്ന് ധ്യാനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കാല് വെക്കുന്നതിന്റെ കാലിന്റെ അടിയിൽ ഒരു ഡോർമാറ്റ് ഇടുന്നത് നല്ലതാണ്. അതുപോലെ താഴെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മാറ്റ് ഇട്ടിട്ട്, മെഡിറ്റേഷൻ മാറ്റ് ഇട്ടതിന് ശേഷം ഇരുന്ന് ചെയ്യുന്നത് നല്ലതാണ്. കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ കസേര ഒരു കണ്ടക്റ്റീവ് അല്ലാത്ത കസേര, തടി കസേര ആണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന ഭാഗത്തും ചാരുന്ന ഭാഗത്തും ഓരോ ചെറിയ കുഷൻ വെച്ച് കഴിഞ്ഞാൽ നല്ലത്. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കസേര ഒരു തുണി ഇടുകയെന്ന് കഴിഞ്ഞാൽ അത് നല്ലതാണ്. ഒരു കണ്ടക്റ്റീവ് സർഫസ് വേണ്ട എന്നുള്ള രീതിയിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇതൊന്നും വേണം നിർബന്ധമല്ല പറയുന്നത്, പക്ഷെ മെഡിറ്റേഷന് നമ്മളെ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ്. ആ പാദത്തിനടിയിൽ ഒരു ഡോർമാറ്റ് വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അനങ്ങാതെ ഇരിക്കണം. നമ്മൾ എപ്പോഴും ഇരുന്ന് അനങ്ങരുത്. എപ്പോഴും അനങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. കഴിയുന്നിടത്തോളം അനങ്ങാതിരിക്കാം എന്നും പറഞ്ഞ് അനങ്ങാനേ പാടില്ല എന്ന് പറയുന്നില്ല. ഇടയ്ക്ക് നമുക്ക് ഒന്ന് അനങ്ങിയിരിക്കാം, ഒന്ന് കൈയൊക്കെ ഒന്ന് ലൂസ് ചെയ്ത് ഒന്നുകൂടെ ഇതായിട്ടിരിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. കഴിയുന്നിടത്തോളം അനങ്ങാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ കൂടുതൽ വരികയും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അതല്ല, ചിന്തകൾ വരുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ചിന്തകൾ വരുന്നത് നമുക്ക് തടയാനൊക്കത്തില്ല. ചിന്തകളെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റിന്റെ കൂട്ടാണ്, എപ്പോഴും വീശിക്കൊണ്ടേയിരിക്കും. നമുക്ക് കാറ്റിനെ തടഞ്ഞു ഒക്കത്തില്ല. കൈകൊണ്ടൊന്നും കാറ്റിനെ തടഞ്ഞു നിർത്താനൊക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിന്തകളെ നമുക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാനൊക്കത്തില്ല. പക്ഷെ എന്ത് ചെയ്യാനൊക്കും? നമുക്ക് ചിന്തകളെ കൺട്രോൾ ചെയ്യാനൊക്കും. ചിന്തകളെ കുറേശ്ശെ അകറ്റി കളയാനൊക്കും. അപ്പം അകറ്റി കളയാനാകുന്ന നമ്മൾ ചിന്തകൾ വരുമ്പം മെഡിറ്റേഷൻ ഇൻസ്ട്രക്ഷനിൽ പറയാറുണ്ട്, ചിന്തകൾ വന്നു കഴിഞ്ഞാൽ ചിന്തകളെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വീണ്ടും നമ്മൾ ഇതിലെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ അതൊരു ചെറിയൊരു അഭ്യാസം തന്നെയാണ്. ചിന്തകളെ മാറ്റിയിട്ട് വീണ്ടും നമ്മൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ചെറിയൊരു അഭ്യാസം തന്നെയാണ്. പിന്നെ അതുമൊക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം. വേറൊരു എളുപ്പവഴിയുണ്ട്. ചിന്തകളെ എണ്ണിക്കളയണം. ചിന്തകളെ എണ്ണുക. അപ്പം നമ്മൾ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് സാധാരണ ഒരു മണിക്കൂർ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 10-100 ചിന്തകൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഓരോ ചിന്തകൾ വരുമ്പോൾ നമ്മൾ കയ്യിൽ എണ്ണുക. 1, അത് കഴിഞ്ഞിട്ട് വീണ്ടും മെഡിറ്റേഷനിലേക്ക് വരും. കുറച്ചുകൂടെ കഴിയുമ്പോൾ വേറെ ചിന്തകൾ വരും, അതിനെ വീണ്ടും എണ്ണുക. 2, വീണ്ടും മെഡിറ്റേഷനിൽ വരിക. അപ്പൊ അങ്ങനെ ചിന്തകൾ എണ്ണി ശരി, 1 മണിക്കൂർ ഇരുന്നപ്പോൾ എനിക്ക് ഇത്ര ചിന്തകൾ വന്നു. ശ്രദ്ധിച്ചു നോക്കുക. 1 മണിക്കൂർ കൊണ്ട് ഒരു 50 ചിന്തകൾ ഒരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിന്തകളുടെ എണ്ണം കുറയും. 40 ആവും, 20 ആവും, 10 ആവും, 5 ആവും. അങ്ങനെ ചിന്തകളുടെ എണ്ണം വളരെ വളരെ കുറയ്ക്കാനൊക്കും. അതായത് ചിന്തകളെ എണ്ണിക്കളയുക. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ ചിന്തകളെ കുറയ്ക്കാനൊക്കും. പിന്നെ ഒരു ചെറിയൊരു മ്യൂസിക് എപ്പോഴും നല്ലതാണ്. തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ഒരു മ്യൂസിക് നല്ലതാണ്. തുടക്കത്തിലല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ ടൈം ആണെങ്കിലും ഒരു മ്യൂസിക് നല്ലതാണ്, നമുക്ക് ശ്രദ്ധ കൂടുതൽ കിട്ടും. പിന്നെ പിരമിഡ് ക്യാപ്പ് വളരെ നല്ലൊരു സാധനമാണ്. അപ്പൊ ആ ഒരു ക്യാപ്പ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെഡിറ്റേഷന് കൂടുതൽ കോൺസെൻട്രേഷൻ എത്രയും പെട്ടെന്ന് കിട്ടാൻ ആയിട്ട് ഒക്കും. അതുപോലെ തന്നെ വെളുപ്പാൻ കാലത്ത് ചെയ്യുകയാണെങ്കിൽ, രാവിലെ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. വെളുപ്പിന് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ മറ്റു സമയങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് സൗകര്യമുള്ളപ്പോൾ ചെയ്യാം. പക്ഷെ വെളുപ്പിന് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. കാരണം രാത്രിയിലത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ മനസ്സ് വളരെ ശാന്തമായിരിക്കും. അതുപോലെ തന്നെ മറ്റ് വെളിയിൽ നിന്നുള്ള അപശബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ വളരെ മിനിമമായിരിക്കും. അപ്പോൾ ആ സമയത്ത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ തുടക്കത്തിൽ ആദ്യം ഒരല്പം വെള്ളം കുടിക്കുന്നത്, 1/2 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ
മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്വാസം അകത്തോട്ട് എടുക്കുന്നു, അത് കഴിഞ്ഞ് പുറത്തേക്ക് വിടുന്നു, അകത്തേക്ക് എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അകത്തേക്ക് എടുക്കുന്നു, പുറത്തേക്ക് എടുക്കുന്നു. പിന്നെ ഇൻ ഔട്ട് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് നമ്മളൊന്ന് മനസ്സിൽ പറയുന്നതല്ലാണ്. ഇറ്റ് ഈസ് കമ്മിങ് ഇൻ, ഇറ്റ് ഈസ് ഗോയിങ് ഔട്ട്, ഇൻ ഔട്ട് എന്ന് പറഞ്ഞ ആ ഒരു സങ്കല്പം നമുക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ധ്യാനത്തിന്റെ ആരംഭത്തിൽ 2-3 തവണ ദീർഘശ്വാസം എടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ദുസ്വഭാവമാണ് കാലാട്ടുക എന്ന് പറഞ്ഞത്. കസേര ഇരുന്ന് എപ്പോഴും കാലാട്ടിക്കൊണ്ടിരിക്കും. ഈ കാലാട്ടുന്നത് ശരിക്കും നമ്മുടെ ശ്രദ്ധയെ ഡൈവേർട്ട് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് കഴിയുന്നിടത്തോളം കാലാട്ടാതിരിക്കുക. ഈ കാലാട്ടം നിർബന്ധമാണെങ്കിൽ ശകലം നേരം കാലാട്ടുക, അത് കഴിഞ്ഞ് നിർത്തുക. അപ്പോൾ അങ്ങനെ ഇത്. പിന്നെ അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, നടു നിവർന്നിരിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? നട്ടെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണമെന്ന് ആവശ്യമുണ്ട്. അങ്ങനെ ഒരു നിർബന്ധവുമില്ല. പത്രജി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നടുവ് നിവർത്തി ഇരുന്ന് പിന്നെ ഒരു ക്ഷീണം ആവണ്ട. നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കാനൊക്കെ നടുവ് വളച്ചായിരിക്കാനൊക്കെന്നെങ്കിൽ അങ്ങനെ ഇരിക്കുക. പിന്നെ ചിലപ്പോൾ ധ്യാനത്തിന്റെ ഒരു പ്രത്യേക ലെവലിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് നേരെ ഇരിക്കണം നമുക്ക് തന്നെ തോന്നൽ വരും. അങ്ങനെ തോന്നൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നടു നിർത്തിയിരിക്കുക. അപ്പൊ അത്രയും ചെയ്യാം. പിന്നെ ഇതിലെല്ലാത്തിലും ഉപരി ഒരു കാര്യം കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ധ്യാനം സക്സസ് ആവാൻ വളരെ നല്ലതാണ്. പത്രജി നമ്മുടെ അടുത്തുണ്ടെന്ന് കരുതുക. നമ്മൾ മാത്രമാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്, ഓൺലൈനിൽ മെഡിറ്റേഷൻ ചെയ്യുന്നത് നമ്മൾ മാത്രമാണ്. നമ്മുടെ അടുത്ത കസേരയിൽ പത്രജി ഇരിപ്പുള്ളത്. അപ്പം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ആ ഒരു വിചാരം കൂടെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ധ്യാനം നമുക്ക് സമ്പൂർണ്ണമാക്കാനായിട്ട് വളരെ സഹായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും സുപ്രിയ എത്തിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത ധ്യാനത്തിന്റെ പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം സുപ്രിയജി. വെൽക്കം മാം. വെൽക്കം ഓൾ TNC വ്യൂവേഴ്സ്. എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സസ്യാഹാര ധ്യാനത്തെക്കുറിച്ച് വിശദമായി സന്തോഷ് എല്ലാം പറഞ്ഞുകൊണ്ട് ധ്യാനത്തെക്കുറിച്ചും സസ്യാഹാരത്തിന്റെ പ്രത്യേകതയിലും സവിശേഷതയും കുറിച്ച് സന്തോഷ് വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളിലുള്ള എല്ലാവരിലുമുള്ള ഓരോ ഗുണങ്ങള് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ആഹാര രീതി. നമ്മളുടെ ഗുണങ്ങളായിട്ടുള്ളത് ഏതാണ്? തമസിക് ഗുണങ്ങളുണ്ട്, രജസിക് ഗുണങ്ങളുണ്ട്, സാത്വിക് ഗുണങ്ങളുണ്ട്. നമ്മുടെ ധ്യാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സാത്വികമായ രീതിയിലേക്ക് പോകും. നമ്മൾ ആ സാത്വികമായ രീതിയിലേക്ക് പോകുമ്പോൾ നമ്മളുടെ സെൻസിറ്റീവ് നേച്ചർ നമുക്ക് കൂടുതലായി നമ്മൾ തോന്നാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മറ്റുള്ള സഹജീവികളുടെ വേദനയും സഹജീവികളുടെ ദുരിതവും എല്ലാം നമ്മളെ വല്ലാതെ അഫക്റ്റ് ചെയ്യും. ചെറിയ ചെറിയ പ്രാണികൾ തൊട്ട് വലിയ മൃഗങ്ങൾ വരെയുള്ളവരുടെയും സ്നേഹവും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ കണ്ണുകൾ നോക്കിയാൽ നമുക്ക് കാണാം കരുണയും സന്തോഷവും നമ്മുടെ ഇതായിട്ടുള്ള. ഇപ്പൊ ഈ ഇടയ്ക്ക് തന്നെ നമ്മളുടെ ഫ്ലഡിന്റെ ഈ വയനാട്ടിലുണ്ടായിരുന്ന ഇതിനകത്ത് നമ്മള് ഇതിൽ കേട്ടതാണ്, ഒരു ആന രക്ഷപ്പെട്ടു വന്ന 2 അമ്മൂമ്മയും കൊച്ചുമോളെയും ആന കാവൽ നിന്ന് അവരെ രക്ഷിച്ച കാര്യം ഇത് നമ്മൾ എല്ലാവരും അറിയും. ആ ആനയെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീർ ഒഴുകുകയാണ് ചെയ്യുന്നത്. ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല, ഉള്ളിൽ തട്ടി വരുന്നതാണ്. ആ ആനയ്ക്കുണ്ടാകുന്ന ആ ആർദ്ര ഭാവം നമ്മളിലും നമ്മളെ ധ്യാനത്തിലൂടെ നമുക്ക് തനിയെ വരും. അതിലെത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ എല്ലാവരും സസ്യാഹാരികളായിട്ടായിരിക്കില്ല നമ്മൾ ധ്യാനത്തിലെത്തിയത്. ഞാനും അതുപോലെ ആയിരുന്നു. അതിനുശേഷം നമ്മളുടെ അവയർനെസ് കൂടും, നമ്മളുടെ സെൻസിറ്റിവിറ്റി കൂടും. പിന്നീട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കഴിക്കാൻ പറ്റാണ്ടുള്ള അവസ്ഥയിലാകും. അത് കഴിക്കാതിരുന്നത് കൊണ്ട് ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടാവില്ല. ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും. ഞാനും ഇതുപോലെ ആയിരുന്നു. ആ ട്രാൻസിഷൻ സ്റ്റേജിൽ എനിക്ക് വേണ്ടാന്ന് ഞാൻ വെച്ചതോടുകൂടി എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയിട്ടില്ല. ചിലർ പറയും ഡെഫിഷ്യൻസി ഉണ്ടാവും, ഇത് ഉണ്ടാവും. ഒന്നുമേ തന്നെ വന്നിട്ടില്ല. നമ്മൾ എത്രത്തോളം ധ്യാനത്തിൽ കൂടുതൽ ചെയ്യുമ്പോൾ നമ്മളുടെ എന്തൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടോ അതെല്ലാം ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഒരു മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. അപ്പൊ
പലരും റിസർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ളതാണ്. നമുക്ക് തന്നെ നോക്കാം, അക്രമവാസനയുള്ള മനുഷ്യരുടെ ഭക്ഷണ രീതിയും സാധാരണ മനുഷ്യർ അല്ലാത്ത വളരെ സാത്വികമായി നന്നായി വളരെ കരുണയുള്ളവരുടെയും ഭക്ഷണ രീതിയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അവര് അതിൽ എങ്ങനെ വ്യത്യാസം വന്നു എന്നുള്ളത് അറിയാൻ സാധിക്കും. ഇതൊക്കെ സെൽഫ് ഒബ്സർവേഷൻ ആണ്. ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ന് നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അതിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ട് നമ്മളെ, ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ നമ്മളെ തളർത്താനാവില്ല. നമ്മളുടെ ഡിസിഷൻസ് നമുക്ക് മുന്നേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പ്രകൃതി നമുക്ക് നൽകുന്ന ഒരുപാട് വിഭവങ്ങൾ നമുക്കുണ്ട്. നമുക്ക് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും എല്ലാം നമ്മളെ സമ്മിശ്രമായ ഒരു ഭക്ഷണ രീതിയിലേക്ക് കൊണ്ടുപോവുകയും ശരീരത്തെ നന്നായി പരിപോഷിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. 800 വയസ്സ് വരെയുള്ള ചില പിന്നെ മുനിമാരുണ്ട്, മാസ്റ്റേഴ്സ് ഉണ്ട്. അവരൊക്കെ ജീവിച്ചിരുന്നതും അവരുടെ ജീവിത രീതിയും ഈ ധ്യാനവും മിതമായ ഭക്ഷണവും നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം അതെല്ലാം കഴിച്ചിട്ടാണ് അവരുടെ ജീവിതം ഇത്രയും നീളം കൂട്ടിയത്, ഇതാക്കിയിട്ടില്ല. അമിതമായ ഫാറ്റും ഇതൊന്നും ഇല്ലാതെ അവര് ജീവിതം ഒരുപാട് വർഷം നീട്ടിക്കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ചിട്ടയായ ജീവിതം, നല്ല ഭക്ഷണം, സസ്യാഹാര ഭക്ഷണം, ഇതാണ് അവരുടെ ഈ ജീവിതത്തിന്റെ വിജയത്തിന് കാരണം. അത് നമ്മൾക്കും നമുക്ക് സാധിക്കും, എല്ലാവർക്കും നമുക്ക് സാധിക്കും. ഒരു ക്വാളിറ്റി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ധ്യാനത്തിലൂടെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ സസ്യാഹാരത്തിലൂടെയും നമുക്ക് സാധിക്കും. ഒരുപാട് വെറൈറ്റി നമുക്കിപ്പം സോഷ്യൽ മീഡിയയിലും നമുക്ക് യൂട്യൂബുകളിലും കൂടി ഞാനും ചെയ്യാറുണ്ട്. പല പല വിഭവങ്ങൾ നമുക്ക് ഒരുക്കാൻ സാധിക്കും. അതെല്ലാം എക്സ്പെരിമെന്റ് ചെയ്യുക. മൃഗങ്ങളെ ദ്രോഹിക്കാതിരിക്കുക, അവരെ നമ്മളുടെ ഫ്രണ്ട്സ് ആയിട്ട് കരുതുക എന്നാണ് പത്രിജി എപ്പോഴും പറയാറുള്ളത്. ആ പത്രിജി ഗുരുജിയുടെ വാക്കുകളിൽ മാത്രം ഇഷ്ടം, ആ വാക്കുകളിൽ അത് മുഴുവനും തങ്ങി നിൽക്കുന്നു. നമ്മളും അതുപോലെ ആ വാക്കുകളിൽ ഏറ്റെടുത്ത് ജീവിതത്തെ ഒരു നല്ല രീതിയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. നമുക്ക് ധ്യാനത്തിലൂടെ നമുക്ക് അതിനെ ഊട്ടിയുറപ്പിക്കാം. മാലിന്യം മെഡിറ്റേഷനിലേക്ക് പോകാം.